നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ്. ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. അതിങ്ങനെ വന്ന് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു. കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ്. കേരളത്തിലും BJPയിലേക്കുള്ള ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ്. എറണാകുളത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സംഭാവനയാണ്. 2004 കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും 2011 PSC ചെയർമാന്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ IT സെൽ തലവനുമായിരുന്നു. കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. ഇന്ന് കേരളത്തിൽ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന 4-ൽ 1 മുൻ UDFകാരാണ്. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. ഇത് വിരോധാഭാസമാണെന്നും പിണറായി പറഞ്ഞു. മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെ പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഗോൾവാൾക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞ് വിളക്ക് കൊളുത്തിയവരും RSSനോട് വോട്ട് ഇരന്നു വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനുള്ളൂ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDFന്റെ അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കുമെതിരായ വിധിയാണ് എഴുതുക. മത്സര ചിത്രത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP കൂടുതൽ അപ്രസക്തമാവുകയും LDF ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയവരും RSSനോട് വോട്ട് ഇരന്ന് വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 branches. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ, പെയിൻ ബാം, പെയിൻ സ്പ്രേ, പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. ഒരു കുഞ്ഞെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ IVFനോടൊപ്പം യാഥാർത്ഥ്യമാക്കാം. നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഫോൺ 8089713201.